ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണേ. നിങ്ങളെല്ലാവരും തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചെടികളുടെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ എല്ലാവരും ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചെടി വാങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുമ്മാ കുറച്ച് ചെടികളും പൂക്കളും ഇങ്ങനെ കാണുന്നതിലും നമുക്ക് സമയം നഷ്ടമൊന്നും ഇല്ലല്ലോ. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമല്ലേ അത്. ഇനി ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുവാണെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണ്ടതായ പ്ലാൻസിൻ്റെ ലിസ്റ്റ് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഓർഡർ ഫിക്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ നിയറസ്റ്റ് DTDC എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഈ കൊറിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ അങ്ങ് വന്നോളൂ കേട്ടോ. പിന്നെ ഫോൺ നമ്പർ വെക്കുന്നത് നോർമൽ കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ തന്നെ ആയിരിക്കണേ. ചില നമ്പറുകളൊക്കെ നമ്മുടെ വാട്സപ്പ് മാത്രമേ ആക്റ്റീവായിട്ടുള്ളത് ഉണ്ടാവും. അങ്ങനെയുള്ളത് വെക്കല്ലേ. കേരളത്തിൽ എവിടെയും ഞാൻ പ്ലാന്റ് അയച്ചു എന്ന് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ പറയണം. ട്രാക്ക് ID ഞാൻ പൊതുവേ ഔട്ട് ഓഫ് സ്റ്റേറ്റിന് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ കേരളത്തിനകത്തുള്ളവർ ആവശ്യപ്പെടുന്നവർക്കാണ് അയക്കാറ്. കേരളത്തിനകത്ത് പ്ലാന്റ് അയക്കുന്ന എല്ലാവർക്കും ട്രാക്ക് ID അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സമയക്കുറവുമല്ല, വേറെ ഒന്നുകൊണ്ടല്ല, ചിലപ്പോൾ പ്രാക്ടിക്കലാവില്ല. ട്രാക്ക് ID വെച്ച് കൊറിയർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇതിപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ട്രാക്ക് ID അയക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാ. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഞാൻ സെയിലിനുള്ള പ്ലാന്റ്സ് കാണിച്ചു തുടങ്ങി കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് നോക്കിയേ, അടിപൊളി അസേലിയ പ്ലാന്റ്സ് ആണ്. അസേലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ്. അതിൻ്റെ കൊലകുത്തി പൂക്കളുണ്ടാവും. അസേലിയയിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട്. നമുക്കിവിടെ 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. ആദ്യത്തെ കളർ ഈ ഒരു റെഡ് കളറാണ്. ഇത് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂവുണ്ടാകുന്ന ചെടിയും കൂടിയാണ് കേട്ടോ. റെഡ് കൂടാണ്ട് നമുക്കുള്ള മറ്റ് കളർ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഓറഞ്ച് കളറാണ്. ഓറഞ്ചിൻ്റെ പൂക്കൾ കട്ടയല്ല, സിംഗിൾ ലെയർ പൂക്കളാണ്, പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. റേറ്റ് എല്ലാ കളറിനും സെയിം തന്നെയാണ്, 300 രൂപ തന്നെയാണ്. പിന്നെയുള്ളത് പിങ്ക് കളറാണ്. കണ്ടോ, പിങ്ക് റെഡിൻ്റെ പോലെ തന്നെ കട്ടപ്പൂവാണ്. നോർമൽ പൊട്ടിംഗ് മിക്സിൽ നട്ട് ചെടിയൊന്ന് ഉഷാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് DAPയോ NPKയോ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിന് സഹായിക്കുന്ന എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഹാപ്പി ആവും, നന്നായിട്ട് പൂക്കൾ തരാൻ തുടങ്ങും. അസേലിയ, കമേലിയ അതൊക്കെ ശരിക്കും കണ്ടാൽ റോസാപ്പൂ പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അസേലിയ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ തീരെ കുഞ്ഞ് പ്ലാന്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് 300 രൂപ റേറ്റ് വരുന്നത്. അസേലിയ ഉണ്ടോയെന്ന് ഒത്തിരി പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കാണുമോ എന്ന് എനിക്കറിയില്ല. കാണുന്നവർക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൻ്റെ കുളിര് നമുക്ക് തരുന്ന 1-2 ചെടികളാണേ. ആദ്യത്തെ ചെടി ഈ ഡിസംബർ ലേഡിയാണ്. ശരിക്കും ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ. ഡിസംബറിൽ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ മഞ്ഞും കുളിരൊന്നും നമ്മുടെ നാട്ടിലില്ല. അറ്റ്ലീസ്റ്റ് ഈ ചെടി കാണുമ്പോഴെങ്കിലും ആ ഒരു ഫീൽ നമുക്കുണ്ടാവും. ഈ ചെടീൻ്റെ ഇലകളാണ് ഈ വെള്ളപ്പൂക്കൾ പോലെ നിൽക്കുന്നത്. വെള്ള കളറായതുകൊണ്ടേ നമ്മൾ നേരിട്ട് കാണുന്ന എടുപ്പ് വീഡിയോയിൽ വരുമ്പോൾ തോന്നില്ല. ആ സമയം നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളോ പൂക്കളോ ഒക്കെ ആണെങ്കിൽ വീഡിയോയിൽ വരുമ്പം നല്ല ബ്രൈറ്റായിട്ട് തോന്നും. പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 230 ആണ് കേട്ടോ. ഇനി നമ്മുടെ ഇവിടെ മഞ്ഞ് കാണാത്ത വിഷമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നോ റോസും കൂടെ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്നോ റോസ് എന്ന് പറയുന്നത് അന്നും ഇന്നും നല്ല ഡിമാൻഡുള്ളൊരു ചെടിയാണ്. കുഞ്ഞു കുഞ്ഞു ഇലകൾ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കൾ, എന്നും പൂക്കൾ. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ സ്നോ റോസിൻ്റെ വലിയ ചെടി കാണിച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ചെടി ഉണ്ടോയെന്ന്. ആ ചെടികൾ പക്ഷേ വലിയ ചെടിയായതുകൊണ്ട് വലിയ വിലയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെയിലിൽ ഇടാതിരുന്നത്. എന്നിട്ടും കുറച്ച് പേര് ആ വിലയ്ക്ക് തന്നെ ആ ചെടി എന്നോട് ചോദിച്ച് മേടിച്ചു കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ചെടിക്ക് 90 രൂപയാണ് റേറ്റ്. ഇനി കാണിക്കുന്നത് ഈ സീസണിൽ റാണിമാരായിട്ടുള്ള കുറച്ച് ബോഗൺവില്ല വെറൈറ്റീസാണ്. ആദ്യത്തേത് ഫയർ ഓപ്പാലാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി. ഫയർ ഓപ്പാലിൻ്റെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ബോഗൺവില്ല സീസൺ ശരിക്കായി വരുന്നേ ഉള്ളൂ. ആദ്യം റെഡി ആവുന്ന പ്ലാന്റ്സ് നമ്മൾ സെയിലിൽ കൊണ്ടുവരുന്നതാണ്. ഇത്തവണത്തെ കാലാവസ്ഥ അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേയും വരുന്നുണ്ട്. ശരിക്കും അങ്ങ് പൂക്കളായി വരുന്നതേ ഉള്ളൂ. എന്നാലും ആവശ്യത്തിന് സൈസ് ഉണ്ട് കേട്ടോ പ്ലാന്റിന്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 380 ആണ്. അടുത്തത് ചില്ലി യെല്ലോയാണ്. ബോഗൺവില്ല വെറൈറ്റീസിൻ്റെ കളറുകളിൽ ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കളറാണ് യെല്ലോ. ചില്ലി യെല്ലോയുടെ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ്. ഒരു സാമ്പിൾ പീസ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 1-1.5 ആഴ്ച കഴിഞ്ഞു. അതിലുണ്ടായിരുന്നു പൂ കൊഴിഞ്ഞു പോയേ. വീഡിയോ എടുത്തപ്പോഴേക്കും വൈകിപ്പോയി. നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സ് കുറച്ചൊക്കെ മുട്ടും പൂവൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. പക്ഷേ നിറയെ പൂവുള്ള പ്ലാന്റ്സ് ഇപ്പോൾ കിട്ടില്ല കേട്ടോ. അടുത്ത വെറൈറ്റി പൂന വൈറ്റ് ആണ്. പൂന വൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ പൂത്തു തുടങ്ങിയ പൂക്കളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. എൻ്റെ ബോഗൺവില്ലകളിലൊക്കെ ഈ ഡ്രസ് വർക്കിൻ്റെ താഴെ വെച്ചിരിക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും തന്നെ പൂക്കളുണ്ട്. നിറയെ മുട്ടായി വരുന്നത് കണ്ടോ. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കാമേ. ഇതാണ് പ്ലാന്റിൻ്റെ ഏകദേശം സൈസ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ.
ഈ സീസണിൽ കിട്ടാവുന്നതിൽ നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടികളിൽ മുട്ടുള്ളതും പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ഉണ്ടാവും കേട്ടോ. പൂന വൈറ്റ് പോലെ തന്നെ പൂന ലാവൻഡറും ഉണ്ട്. പൂന ലാവൻഡറിൽ മിക്കതിലും പൂവുണ്ട്. പിന്നെയെന്ന് പറയുന്നത് പൂക്കളോടുകൂടി നമ്മളിവിടെ ചെടികൾ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് അയക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ, അപ്പോൾ ആകുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് പൂവൊക്കെ പോവും. എന്നാലും ചെടികൾ 100% നിങ്ങൾ ആവശ്യപ്പെടുന്ന ചെടികൾ തന്നെ നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ്. സെയിൽ ലിസ്റ്റിൽ അടുത്ത ബോഗൺവില്ല വെറൈറ്റി വരുന്നത് നാടൻ ബേബി പിങ്കിൻ്റെ ഇതുപോലത്തെ കട്ടപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഒരു പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ്. ഈ ചെടിയുടെ പൂക്കൾ എൻ്റെ വീട്ടിൽ വിരിഞ്ഞ് വരുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിപ്പം മൊട്ടാണേ. ഇത് ഒന്നും കൂടെ വിരിഞ്ഞ് വരുമ്പോൾ നല്ല കട്ടയാവും. അതായത് ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചിൽ കുറച്ചും കൂടെ കട്ടയായിട്ടുള്ള പൂവാണ് നിൽക്കണേ. ശരിക്കും പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റികളെക്കാളും ഭംഗിയുള്ള നാടൻ വെറൈറ്റികളുണ്ട് കേട്ടോ. ഒറ്റ ഇതിൽ പൂക്കളെക്കാളും ഇതുപോലെയുള്ള കട്ടപ്പൂക്കൾ കാണാനായിട്ട് കുറച്ചും കൂടെ ഗുമ്മല്ലേ. ബോഗൺവില്ലയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു. ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടിമ്മ വേരിഗേറ്റഡ്, അതുപോലെ തന്നെ ഡോക്ടർ റാവു റെഡ്, ഈ പ്ലാന്റ്സൊക്കെ ഇപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കെന്ന് വെച്ചിട്ട് ഞാനിത് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാണിച്ച 2 വെറൈറ്റിക്കും 180 തന്നെയാണ് റേറ്റ് കേട്ടോ. അതുകൂടാണ്ട് 280 രൂപയുടെ സിംഗപ്പൂർ പിങ്കും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്തവർക്ക് ഓർഡർ ചെയ്യാം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ കോർണറിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ സ്പെഷ്യൽ കോർണറിൽ ഞാൻ മാൾട്ട മൊസംബി കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേയേറെ പേര് അത് ഓർഡർ ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. എല്ലാവരുടെ വീട്ടിലും നിറയെ മൊസംബി ഉണ്ടാവട്ടെ. ഇന്ന് ഞാനിപ്പോൾ ഈ കാണിക്കണത് ചൈനീസ് ബുഷ് മൊസംബിയാണ്. നമുക്ക് സാധാരണ ചൈനീസ് ബുഷ് ഓറഞ്ച് കിട്ടാറുണ്ട്. ചൈനീസ് ബുഷ് മൊസംബിയും കൂടി ആയാലോ അടിപൊളിയാവില്ലേ? ഇതുപോലെ നിറച്ച് കായ് പിടിക്കും കേട്ടോ. ഞാനിത് പ്ലാന്റ് എടുക്കാൻ പോകുമ്പം അവിടെ നിന്ന് പിടിക്കുന്ന വീഡിയോ ആണേ. നിറയെ കായ ഉണ്ടായി കിടക്കുക അവിടെ. ഇവിടുത്തെ കുറച്ച് വലിയ ചെടികളിൽ നിൽക്കുന്ന കായകളാണിത്. ഞാൻ അയച്ചു തരുന്ന ചെടി ഇതിനേക്കാളും ഇച്ചിരി കൂടെ ചെറുതാണ്. അയക്കുന്ന ചെടിയുടെ സൈസ് കാണിക്കാം. ഇതാണ് അയക്കണ ചെടിയുടെ സൈസ്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്. ആ കായുണ്ടായി കിടക്കണ ചെടി ഞാൻ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണെന്ന് മാത്രം. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 റുപ്പീസാണ് കേട്ടോ. അടുത്തത് നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് വേര് പിടിക്കാനും റൂട്ട് ഫിക്സായി ചെടികൾ നല്ലതായിട്ട് വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒരു ടാഗ് ബയോണിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ചെടികൾ നടുമ്പോൾ പോട്ടിംഗ് മിക്സിൽ മിക്സ് ചെയ്യുക ചെയ്യേണ്ടത്. ഇതിൻ്റെ വലിയ പാക്കറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ 250 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റാണ് കാണിക്കുന്നത്. കൊറിയർ അയക്കാൻ ഇതാണ് എളുപ്പം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പിന്നെ ഓർഡർ ചെയ്താലും മതിയല്ലോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതികളൊക്കെ ബാഗിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ റൂട്ട് ഹോർമോണൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതുപോലൊരു എഫക്റ്റാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുക. ഇതൊരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 48 രൂപയാണ്. ഒത്തിരി വില വരുന്നില്ലല്ലോ, അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ സെയിലിലുള്ള എല്ലാ സംഭവങ്ങളും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലാണ് വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തന്നെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കറിയാം. അതെനിക്ക് മനസ്സിലാവാനൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെടികൾ അയക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ബിൽഡിങ്ങിൽ തന്നെ പല ആളുകളുടെ പേരിൽ അഡ്രസ്സൊക്കെ സെയിം തന്നെ പല ആളുകളുടെ പേര് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ ആരെങ്കിലും ഒരാൾ ചെടി മുമ്പ് മേടിച്ചിട്ടുണ്ടാവും. അവരങ്ങനെ പറഞ്ഞ് അവിടുത്തെ തന്നെ പല ആളുകൾ ഒരുമിച്ച് ചെടി ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.